الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم ونفسي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم أولا يرون أنهم يفتنون في كل عام مرة أو مرتين ثم لا يتوبون ولا هم يذكرون പ്രിയമുള്ള സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സഹോദരി സഹോദരന്മാർ പ്രപഞ്ച സൃഷ്ടാവായ റബ്ബുൽ ആലമീനായ അല്ലാഹുവിന്റെ കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിച്ച് തഖ്വയുള്ളവരായി മുത്തഖീങ്ങളായി ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ ഇഷ്ടപ്പെടുന്ന അവന്റെ യഥാർത്ഥ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വയനാട്ടിൽ ഉണ്ടായ വലിയ ദുരന്തം മലയാളികളുടെ മനസ്സിനെ വളരെ നൊമ്പരപ്പെടുത്തിയിരിക്കുന്നു. നമ്മുടെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ചുകൊണ്ടുള്ള നഷ്ടം എത്രയാണെന്ന് പോലും കണക്കാക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു ദുരന്തമാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള തീരാ ദുഃഖത്തിലേക്കും ദുരന്തത്തിലേക്കുമാണ് ഒരു നമ്മളെല്ലാം കൊണ്ടുചെന്ന് എത്തിച്ചിട്ടുള്ളത്. ഒരാൾക്കും അവന്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് നമ്മുടെ നാട്ടിൽ സംഭവിച്ചത് എന്നുള്ളത്
കാണുന്ന, അവിടുത്തെ കാഴ്ചകൾ കാണുന്ന, കേൾക്കുന്ന ഓരോരുത്തർക്കും മനസ്സിലാക്കുവാൻ സാധിക്കും. സഹോദരങ്ങളെ, നമ്മൾ ആ സഹോദരങ്ങൾക്ക് വേണ്ടി, അവിടെയുള്ള അവശേഷിക്കുന്ന മനുഷ്യർക്കു വേണ്ടി നമ്മളെല്ലാവരും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മളാൽ കഴിയുന്ന എല്ലാവിധത്തിലുള്ള സഹായവും നമ്മൾ ചെയ്യേണ്ടതുണ്ട്. കഴിഞ്ഞ ആഴ്ചയിലൊക്കെ നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞതാണ്, അവരെ സഹായിക്കുന്ന കാര്യത്തിൽ. അൽഹംദുലില്ലാഹ്, നമ്മുടെ പള്ളിയിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാവരും മുന്നോട്ട് വന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത. ഒരു 50,000 രൂപയ്ക്ക് മുകളിലോ അതിനടുത്തോ ഒക്കെ പിരിഞ്ഞതായിട്ടാണ് ആ ദുരിതാശ്വാസത്തിലേക്ക് സഹായിക്കുക. നമ്മുടെ മേൽ ഘടകം തീരുമാനിച്ചു ഇരിക്കുന്നത് ഈ സഹായങ്ങളും ബഹളങ്ങളും ഒക്കെ ആദ്യത്തെ സമയത്തും ഉണ്ടാകുന്നതാണ്. അത് കഴിഞ്ഞാൽ ആ ജനങ്ങളും അവരും ഒക്കെ മാത്രമായിട്ട് പോകും. ഒരുപക്ഷെ അത് വിസ്മൃതിയിലേക്കുമൊക്കെ പോയേക്കാം. എന്നാൽ അവരെ ശാശ്വതമായ പരിഹാരം, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത്തരം നമ്മുടെ പള്ളികളിൽ നിന്നും കളക്ട് ചെയ്യുന്ന വ്യക്തികളിൽ നിന്നും ഒക്കെ നമ്മൾ ശേഖരിക്കുന്ന ധനം അത് അവർക്ക് പ്രയോജനപ്പെടുന്ന തരത്തിൽ കാലവും അവർക്ക് പ്രയോജനപ്പെടും. അപ്പം അവരുടെ ഭൂമി, അവർക്ക് വീട് തന്നെ നഷ്ടപ്പെട്ടിരിക്കുക, കയറിക്കിടക്കാൻ ഒരു വീടില്ല, വീടെന്ന് പറയാനൊന്നുമില്ല. അപ്പൊ അവരെ അതിന് ഉപകരിക്കുന്ന തരത്തിൽ, അതിന് ആ രീതി അവർക്ക് താമസിക്കുവാൻ, ആ കുടുംബങ്ങൾക്ക്, ഇനിയുള്ള ശേഷിക്കുന്ന കുടുംബത്തിലെ അംഗങ്ങൾക്ക് താമസിക്കുവാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ മേൽഘടകമൊക്കെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിനാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. എങ്ങനെ കുറെ കുടുംബത്തിന് ആശ്വാസം ആകുന്ന തരത്തിൽ എല്ലാവരും രംഗത്ത് വന്നിട്ടുണ്ട്. മനുഷ്യ സ്നേഹികളായ എല്ലാവരും, മനുഷ്യരെ സ്നേഹിക്കുന്ന അങ്ങനെയുള്ള കാരുണ്യത്തിന്റെ ഹൃദയമുള്ള എല്ലാവരും അവരവരാൽ കഴിയുന്ന തരത്തിലുള്ള കൊച്ചുകുട്ടികൾ വരെ നിങ്ങൾ കണ്ടില്ലേ? കൊച്ചുകുട്ടികൾ അവർ സമ്പാദിക്കുന്ന, കൊച്ചുകുട്ടികളുടെ സമ്പാദ്യം അറിയാലോ, കിട്ടുന്ന നാണയത്തുട്ടുകളും 1 രൂപ തുട്ടുകളും ഒക്കെ ആയിരിക്കും. അതുപോലും ആ കുട്ടികൾ അത് കൊടുക്കാൻ തയ്യാറായി എന്നുള്ളത്. അപ്പൊ അതാണ് നമ്മുടെ മനസ്സ്. കേരളത്തിന്റെ ഒരു മനസ്സെന്ന് പറയുന്നത് അങ്ങനെയാണ്. അവിടെ ജാതി മത ഒന്നും നോക്കാറില്ല. അങ്ങനെ ആയിരിക്കണം, എപ്പോഴും അങ്ങനെ ആയിരിക്കണം നമ്മൾ. സഹോദരങ്ങളെ, ആ വിധത്തിൽ ഇനിയും ആരെങ്കിലും ഒക്കെ സഹായിക്കാൻ ഒക്കെ ഉണ്ട് എങ്കിൽ മടിച്ചു നിൽക്കാതെ നമുക്ക് അത് നമ്മുടെ ബാധ്യതയാണ്. 1 രൂപയെങ്കിലും എന്റേത് അതിലേക്ക് ചെല്ലണം എന്ന ഒരു നിർബന്ധം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ ഉള്ള മനസ്സ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവണം. അവരെ സഹായിക്കുവാനും അവരുടെ വിഷമത്തിൽ പ്രാർത്ഥിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാം അനുഗ്രഹിക്കുകയും തൗഫീഖ് ചെയ്യുകയും ചെയ്യുമാറാവണം. സഹോദരങ്ങളെ, ഈ സന്ദർഭത്തിൽ വിശ്വാസികൾ എന്നുള്ള നിലക്ക് നമുക്ക് എന്താണ് ഇത്തരത്തിലുള്ള ദുരിതങ്ങളിൽ നിന്ന്, ദുരന്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സന്ദേശം എന്താണ്? ഇത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണോ? പ്രകൃതിയുടെ വികൃതിയാണോ? അങ്ങനെ സംഭവിക്കുകയാണ്. അങ്ങനെയാണല്ലോ പലരും പറയുന്നത്. എന്തുണ്ടായാലും പ്രകൃതിയുടെ തലയിലേക്ക് ചേർത്ത് വെക്കുക. എന്ത് സംഭവിച്ചാലും, നാട്ടിൽ എന്ത് വന്നാലും അത് പ്രകൃതിയിലേക്ക് ചേർത്തു പറയുന്ന ഒരു സ്വഭാവം നമ്മൾ കേൾക്കുന്ന കാര്യമാണ്. എന്നാൽ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നാം എന്താണ് ഇത്തരത്തിലുള്ള ദുരന്തങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്ദേശം എന്താണ്? നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്? അത് നമ്മൾ അതിനെക്കുറിച്ചൊക്കെ വളരെയധികം ചിന്തിക്കേണ്ടതുണ്ട്, നമ്മൾ പഠിക്കേണ്ടതുണ്ട്.
നമ്മളിത് മറന്നു പോകാൻ പാടില്ല. പലപ്പോഴും നമ്മൾ മറവി രോഗം കൂടുതൽ ബാധിച്ചവരാ നമ്മൾ, എന്താണെന്നറിയില്ല. ഈ 2 ദിവസം കഴിഞ്ഞാൽ മറന്നു പോകുന്ന സ്ഥിതിയാണ് നമുക്കൊക്കെ ഉള്ളൂ. പിന്നെ അടുത്ത ദുരന്തം വരുമ്പോഴാണ് ആ ഞെട്ടലും ഒക്കെ നമുക്ക് വീണ്ടും തിരിച്ചു കിട്ടുന്നത്. നമ്മളൊക്കെ മറവി രോഗികളായിട്ട് മാറിയിരിക്കുക. അതെന്താണ് കാര്യം? പക്ഷേ ഖുർആൻ പറയുന്നത് അത് അങ്ങനെ ഓർക്കാൻ വേണ്ടി, എപ്പോഴും നമുക്ക് അത് ഉണ്ടാവാൻ വേണ്ടിയുള്ള കൽപ്പനകളാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത്. സഹോദരങ്ങളെ, നമ്മുടെ നാടിനെ കുറിച്ചൊക്കെ ഇപ്പോ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എന്താണ് നമ്മുടെ നാടിന് പറ്റിപ്പോയത്? എല്ലാ ബലാ മുസീബത്തുകളും ഇപ്പോൾ നമ്മുടെ നാട്ടിലാണ് കണ്ടുവരുന്നത്, അല്ലെങ്കിൽ തുടക്കം കുറിക്കുന്നത്. എല്ലാ വിധത്തിലുള്ള പരീക്ഷണങ്ങൾ ഈ നാട്ടിലാണ് വന്ന് ചാടിക്കൊണ്ടിരിക്കുന്നത്. എന്തെല്ലാം നിപ്പ, മറ്റൊരു സ്റ്റേറ്റിൽ, ഇന്ത്യ രാജ്യത്തെ മറ്റു സ്റ്റേറ്റുകളിൽ നിന്നും നിപ്പ രോഗം പറയുന്നില്ല. അത് നമ്മുടെ നാട്ടിൽ സംഭവിക്കുകയാണ്. മരണം, അതുമൂലം മരണപ്പെടുന്നു. അതേപോലെ തന്നെ അമീബിക് മസ്തിഷ്ക ജ്വരം ഇപ്പൊ പുതിയ കേൾക്കുന്ന കാര്യമാണ്. വളരെ അപൂർവമായിട്ട് മാത്രമേ ആ രോഗം വന്നാൽ രക്ഷപ്പെടുകയുള്ളൂ. അത്ര ഗുരുതരമായ രോഗമാണ്. പലരും ഇപ്പോൾ രക്ഷപ്പെട്ടു എന്നുള്ള വാർത്തയും വന്നു. അതിനകത്ത് നിന്ന് ഒരു കുട്ടി അടുത്ത് മസ്തിഷ്ക ജ്വരം ബാധിച്ചു. അത് സാധാരണ ജീവിതത്തിലേക്ക് അത് പൂർണ്ണമായി മാറി രക്ഷപ്പെട്ടു വന്നു. അപ്പം നമ്മൾ കേൾക്കുന്നു അമീബിക് മസ്തിഷ്ക ജ്വരം നമ്മുടെ നാട്ടിൽ നടക്കുക. അതേപോലെ തന്നെ COVID-19 ലോകത്തെ ഒന്നാകെ ബാധിച്ചത്. പക്ഷെ ആദ്യം വന്ന് ചാടുന്നത് ഈ നാട്ടിലാണ്. നമ്മുടെ രാജ്യത്ത് ചൈനയിൽ നിന്നും അത് വണ്ടി കയറി ഈ നാട്ടിലാണ് ആദ്യം വന്നതെന്നാ പറയും. പിന്നെയാണ് അടുത്തടുത്ത സ്റ്റേറ്റുകളിലേക്കൊക്കെ പോയി. ഇവിടെയാണ് ആദ്യം വന്ന് ചാടുന്നത്. അപ്പൊ അങ്ങനെ ഓരോന്നും എടുത്തു നോക്കിയാൽ ഈ നാട്ടിലാണ് ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മഴക്കാലം വന്നാൽ വെള്ളപ്പൊക്കം, അതുമായിട്ട് ഉള്ള കൃഷിനാശങ്ങൾ, അതുമായി ബന്ധപ്പെടുന്ന എന്തെല്ലാം നാശനഷ്ടങ്ങൾ, ഉരുൾപൊട്ടലുകളൊക്കെ ഈ മഴക്കാലത്താണ് സംഭവിക്കുന്നത്. വെള്ളം നിർത്താതെയുള്ള മഴയുടെ കാരണത്താലാണ് അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ മഴ അത് പെരുമഴയായി മാറും. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ നല്ല നല്ല മഴകൾ ലഭിച്ചിരുന്നു. ആർക്കും ഒരു പ്രയാസവും ഇല്ല. ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത തരത്തിലായിരുന്നു മുൻകാലങ്ങളിൽ ഒക്കെ നമ്മുടെ നാട്ടിലുള്ള മഴയും വെയിലും ചൂടും ഒക്കെ. ഇന്ന് ചൂട് വന്നാൽ എന്താ അവസ്ഥ? കഠിനമായ ചൂടാണ്. മഴ വന്നാൽ കൊടുമഴ, പെരുമഴക്കാലം. ചൂട് വന്നാലോ സഹിക്കാൻ കഴിയാത്ത ചൂടാണ്. നമ്മൾ പ്രാർത്ഥിച്ചതാണ് ഈ മഴക്കാലം വരുന്നതിന് മുമ്പേ. നമ്മുടെ പള്ളികളിലൊക്കെ പ്രത്യേകമായ പ്രാർത്ഥനകൾ ഒക്കെ നടത്തി മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരാ നമ്മൾ. അത്രമാത്രം ചൂടായിരുന്നു നമ്മുടെ നാട്ടിൽ. കഠിനമായ ചൂട്, സഹിക്കാൻ കഴിയാൻ പറ്റാത്ത രീതിയിലുള്ള ചൂട്. പിന്നെ അതിനെ തുടർന്നുള്ള സൂര്യാഘാതം, അതിനെ തുടർന്നുള്ള ക്ഷാമങ്ങൾ, വരൾച്ച, കൊടും വരൾച്ച, വെള്ളമില്ല, കൃഷിക്ക് വെള്ളം കിട്ടുന്നില്ല. മഴക്കാലം വന്നാൽ പെരുമഴ, എല്ലാം നശിച്ചു താറുമാറാകുന്ന അവസ്ഥയാണ് നമ്മുടെ ഇത് കണ്ടുവരുന്നത്. അപ്പൊ ഇതെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നമ്മുടെ നാടിനൊരു പ്രത്യേകതയുണ്ടല്ലോ, സുന്ദരമായ നാട് അല്ലേ? നമ്മുടെ നാട്ടിനെ, കേരളത്തെ കുറിച്ചൊക്കെ വർണ്ണിക്കാൻ അത്രമാത്രമുണ്ട് നമ്മുടെ നാടിനെ കുറിച്ച്. എല്ലാ വിധത്തിലും അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടായിരുന്ന ഒരു നാടാണ് നമ്മുടെ നാടെന്ന് പറയുന്നത്. എല്ലാ വിധത്തിലും വളരെ സുഭിക്ഷമായി ശാന്തമായി കൊണ്ട് ജീവിച്ചിരുന്ന ഒരു പ്രദേശമാണ്, ഒരു നാടാണ് നമ്മുടെ ഈ നാട്. പക്ഷെ ആ നാട്ടിലാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ
മാറി വന്നിരിക്കുന്നു. ഇതെന്താണ് അവസ്ഥ? ഓരോ കൊല്ലം കഴിയുന്തോറും അത് കൂടിക്കൂടി വരികയാണ്, വർദ്ധിച്ചു വരികയാണ്. ഓരോ വർഷം കഴിയും തോറും കഴിഞ്ഞ കൊല്ലത്തെ മഴയും അതിനെ തുടർന്നുണ്ടായ പ്രയാസമല്ലല്ലോ ഇപ്പോൾ ഉണ്ടായത്, അല്ലെ? നമ്മുടെ നാട് കാണാത്ത തരത്തിലുള്ള ഒരു വലിയ ഒരു ദുരന്തത്തിലേക്ക് ഇനിയും എത്രയോ ആളുകളെ, നൂറുകണക്കിന് ആളുകൾ മണ്ണിനടിയിൽ പുതഞ്ഞു പോയിരിക്കുകയാണ്, കണ്ടെത്താൻ കഴിയുന്നില്ല. അവർ പോയി. ആലോചിച്ച് നോക്കുക, ഒന്നും രണ്ടുമല്ല, നൂറുകണക്കിന് ആളുകൾ മണ്ണിനടിയിൽ പോയി എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ ഇനി അടുത്ത വർഷം അല്ലെങ്കിൽ ഇനി അടുത്ത ദിവസം പറയാൻ പറ്റത്തില്ല എപ്പോഴാണ്, അടുത്ത വർഷമാണോ അടുത്ത നിമിഷമാണോ അടുത്ത ഇത് വരുന്നത് എന്ന് ആർക്കും പ്രവചിക്കാൻ പറ്റാത്ത തരത്തിലുള്ള പ്രയാസങ്ങളാണ് ഓരോ നിമിഷവും നമ്മളൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ആലോചിക്കണ്ടേ? ശാസ്ത്രകാരന്മാർ വന്നിട്ട് പറയാറുണ്ട്, അല്ലെ? ഇതൊക്കെ സംഭവിക്കുമ്പോൾ ശാസ്ത്രകാരന്മാർക്ക് പലതും, ശാസ്ത്രത്തിന് പലതും പറയാനുണ്ടാവും. ഇത് അങ്ങനെ മല ഇടിച്ചത് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ്, പിന്നെ ഗാഡ്ഗിൽ റിപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞ് കുറെ ആളുകൾ രംഗത്ത് വരാറ്. മല ഇടിച്ചത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. യഥാർത്ഥത്തിൽ അതാണോ അങ്ങനെ സംഭവിക്കുന്നത്? വിശ്വാസികൾ എന്നുള്ള നിലക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട പാഠങ്ങൾ, നമ്മൾ അറിയേണ്ട ഏറ്റവും അത്യാവശ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് അള്ളാഹുവിന്റെ ഇടപെടലാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു ഇടപെടുന്ന കാര്യമാണ്. അള്ളാഹു നമ്മളെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അവനെ പരീക്ഷണം കൂടി വരുന്നു എന്നുള്ളതാണ് നമ്മുടെ നേരെ. നമ്മൾ ജീവിക്കുന്ന ഈ നാട്ടിൽ നമ്മുടെ നേരെ അതിങ്ങനെ അള്ളാഹുവിന്റെ ഇടപെടൽ വർദ്ധിച്ചു വരുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അതിനും കാരണം ഞാനും നിങ്ങളുമാണ്. നമ്മളാണ് അതിന് ഉത്തരവാദി. ഇതിന്റെ എല്ലാം കാരണക്കാർ നമ്മൾ ഉൾപ്പെടെയുള്ള ഈ സമൂഹമാണ്. അതിനൊക്കെ കാരണം എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിൻ നാസ് ലിയുദീഖഹും ബഅദല്ലദീ അമിലൂ ലഅല്ലഹും യർജിഊൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ, കരയിലും കടലിലും കുഴപ്പം വെളിപ്പെട്ടിരിക്കുന്നു. ബിമാ കസബത് ഐദിൻ നാസ്, മനുഷ്യ കരങ്ങൾ പ്രവർത്തിച്ചതിനാൽ. നോക്കുക, ഇന്ന് മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന അക്രമങ്ങൾക്ക് കയ്യും കണക്കുമില്ല. നമ്മൾ കേൾക്കാത്ത തരത്തിലുള്ള കൃത്യങ്ങളാണ് നമ്മുടെ ഈ സമൂഹത്തിൽ, നമ്മൾ ജീവിക്കുന്ന മലയാളികളെന്ന് നമ്മൾ അഭിമാനിക്കുന്ന നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോന്നും നമ്മളെയൊക്കെ ഹൃദയങ്ങളെ പിടിച്ചുലക്കുന്ന തരത്തിലുള്ള കുറ്റകൃത്യങ്ങളല്ലേ. കൊച്ചുകുട്ടികളോട് ചെയ്യുന്ന ക്രൂരത എത്രമാത്രമാണ്. കുഞ്ഞുങ്ങളോട്, സ്ത്രീകളോട്, വീട്ടിലെ സ്ത്രീകളോട് ചെയ്യുന്ന. അങ്ങനെ നോക്കിയാൽ നമ്മുടെ ചെറുപ്പത്തിന്റെ അവസ്ഥ എന്താണ്? നമ്മുടെ ചെറുപ്പത്തിന്റെയൊക്കെ അവസ്ഥ എന്താണ്? അവരെ പിടിച്ച് കിട്ടാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? പിടിച്ചു നിർത്താൻ സാധിക്കുന്നുണ്ടോ? അവർ പായുകയല്ലേ. നമ്മുടെയൊക്കെ കൈ തട്ടിത്തെറിപ്പിച്ചുകൊണ്ടാണ് അവരുടെ സഞ്ചാരം. അങ്ങനെ പോവുകയാണ്. അവർക്ക് അല്ലാഹുവിനെ കുറിച്ചോ ഈ ദീനിനെ കുറിച്ചോ ഒരു ചിന്തയുമില്ലാത്ത, ഒരു പേടിയുമില്ലാത്ത ഒരു തലമുറയാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് കാരണം. ഇതൊക്കെ കാരണം
അള്ളാഹുവിന്റെ ഈ തരത്തിലുള്ള ഇങ്ങനെ മനുഷ്യ കരങ്ങൾ പ്രവർത്തിച്ചതിനാൽ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ്, എന്തെല്ലാം ദുഷ്ടതകളാണ് മനുഷ്യൻ ചെയ്തു കൂട്ടുന്നത്. കൊല്ലുന്നത്, പലതരത്തിൽ കൊല്ലുകയല്ലേ. പാമ്പിനെ, സ്വന്തം ഭാര്യയുടെ കിടപ്പുമുറിയിൽ മൂർഖം പാമ്പിനെ കൊണ്ടിട്ട് കടിപ്പിച്ചു കൊന്നില്ലേ? നമ്മുടെ നാട്ടിൽ നടന്നതല്ലേ? ഈ നമ്മുടെ നാട്ടിൽ നടന്നതാണ്. വേറെ വിവാഹം കഴിക്കാൻ വേണ്ടി സ്വന്തം ഭാര്യയെയും കൊച്ചിനെയും ബൈക്കിലിരുത്തി കൊണ്ടുപോയി വെള്ളക്കെട്ടിലേക്ക് തള്ളിയിട്ട് കൊന്നില്ലേ? വേറെ വിവാഹം കഴിക്കാൻ വേണ്ടി. ഇങ്ങനെ എന്തെല്ലാം തരത്തിലുള്ള ചെയ്തികളാണ് ഈ ഭാഗത്ത് നിന്ന്, മനുഷ്യരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ സഹോദരങ്ങളെ, നമ്മുടെ നാട്, ആ നാട്ടിൽ പടച്ചവന്റെ ഇടപെടലാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. സൂറത്തു സബയിൽ സബ ദേശക്കാരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു കാര്യം, സബ ദേശക്കാരെ കുറിച്ച് അല്ലാഹു പറയുകയാണ്, ലഖദ് കാന ലിസബഇൻ ഫീ മസ്കനിഹിം ആയ, തീർച്ചയായും സബ ദേശക്കാർക്ക് അവരുടെ വാസസ്ഥലത്ത് ദൃഷ്ടാന്തമുണ്ട്. സബ ദേശക്കാരെ കുറിച്ച് പറയുകയാണ്, ഒരു നാടിനെ കുറിച്ച് പറയുകയാണ് അല്ലാഹു സുബ്ഹാനഹു. ആ നാടിന് ചെയ്തു കൊടുത്ത അനുഗ്രഹം, എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് അല്ലാഹു അവർക്ക് നൽകിയത്? ജന്നതാനി അൻ യമീൻ വശിമാൽ, അവരുടെ ഇടത്തും വലത്തും രണ്ട് തോട്ടങ്ങൾ, നല്ല സുഭിക്ഷമായ സമ്പുഷ്ടമായ രണ്ട് തോട്ടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകി. എന്നിട്ട് അവരോട് പറയപ്പെട്ടു, കുലൂ മിൻ റിസ്ഖി റബ്ബിക്കും വഷ്കുറൂ ലഹു, നിങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഭക്ഷണത്തിൽ നിന്ന്, റിസ്ഖിൽ നിന്ന് നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളുക. വഷ്കുറൂ ലഹു, അവന് നന്ദി കാണിച്ച് ജീവിച്ചുകൊള്ളുക. എന്നിട്ടും തീർന്നില്ല. ആ റബ്ബിനെ, ആ നാടിനെ കുറിച്ച് വീണ്ടും അല്ലാഹു എടുത്തു പറയുന്നു, ബൽദതൻ ത്വയ്യിബ, എത്ര നല്ല രാജ്യം. വറബ്ബുൻ ഗഫൂർ, പൊറുക്കുന്ന ഒരു റബ്ബ്, ആ നാട്ടിന് പൊറുക്കുന്ന ഒരു റബ്ബ്. ഇങ്ങനെ അനുഗ്രഹങ്ങൾ കൊണ്ട് അല്ലാഹു നിഅമത്ത് നൽകിയ, അനുഗ്രഹങ്ങൾ കോരിച്ചൊരിഞ്ഞ ഒരു സമൂഹം, എല്ലാവിധത്തിലും വളരെ സുഭിക്ഷമായി ജീവിച്ചുകൊണ്ടിരുന്ന ഒരു സമൂഹം, പിന്നീട് അവർക്ക് സംഭവിച്ച മാറ്റങ്ങൾ അവരെ വലിയ നാശത്തിലേക്ക്, വലിയ പരീക്ഷണത്തിലേക്ക് അല്ലാഹു അവരെ തള്ളിവിട്ടു എന്നുള്ളത്. അല്ലാഹു പറയാണ്, ഫഅറദു, എന്നാൽ അവർ പിന്തിരിഞ്ഞു കളഞ്ഞു. ഇതെല്ലാം നന്ദിയോടുകൂടി അല്ലാഹു തന്ന ഈ നിഅമത്തുകൾക്കെല്ലാം നന്ദിയോടെ ജീവിക്കേണ്ടതിന് പകരം നന്ദികേട് കാണിച്ചു. ഫഅറദു, അവർ പിന്തിരിഞ്ഞു കളഞ്ഞു. എന്നെയും നിങ്ങളെയും ഒക്കെ മനസ്സിലാക്കേണ്ട സംഭവങ്ങൾ ഖുർആനിൽ എന്തിനാണ് സബ ദേശക്കാരെ കുറിച്ച് നമ്മുടെ മുമ്പിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓതിക്കേൽപ്പിക്കുന്നത്? പാഠം പഠിക്കാനാണ്, മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഫഅറദു, അവർ പിന്തിരിഞ്ഞു കളഞ്ഞു. ഫഅർസൽനാ അലൈഹിം സൈലൽ അരിമി, അവരുടെ അപ്പോൾ അണക്കെട്ടിൽ നിന്നുള്ള ജലപ്രവാഹത്തെ അവരുടെ നേരെ അയച്ചു അല്ലാഹു. അവർക്കൊരു അണക്കെട്ടും ഉണ്ടായി, വലിയ ശക്തമായ ഒരു അണക്കെട്ടുണ്ടായി. നമ്മളിപ്പോ പറയുന്നല്ലോ മുല്ലപ്പെരിയാർ എപ്പോ പൊട്ടും. ഈ സംഭവത്തിലൊക്കെ മുല്ലപ്പെരിയാർ എങ്ങാനും പൊട്ടിയാൽ എന്തായിരിക്കും നമ്മുടെയൊക്കെ അവസ്ഥ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നില്ലേ? അതൊരു എന്താണ്, പഠിക്കേണ്ട കാര്യമാണ്. അതങ്ങനെ നിൽക്കുകയാണല്ലോ. വല്ല രക്ഷയുണ്ടാകുമോ? ഒന്ന് ആലോചിച്ചു നോക്കുക. അപ്പൊ ഇവിടെ ഈ സബ ദേശക്കാർക്കും വലിയൊരു അണക്കെട്ട് അല്ലാഹു അവർക്ക് നൽകിയിരുന്നു. ആ അണക്കെട്ടിൽ നിന്നുള്ള ജലപ്രവാഹത്തെ പൊട്ടിച്ചു വിട്ടു, അവരുടെ നേരെ അയച്ചു. അങ്ങനെ എല്ലാം നശിച്ചു, അവിടെ ഉള്ള എല്ലാം നശിച്ചു പോവുകയാണ്. വബദ്ദൽനാഹും ബിജന്നതൈഹിം ജന്നതൈനി റവാതൈ ഉക്ലിൻ ഖംസിൻ വഅസിലിൻ വശൈഇൻ മിൻ സിദ്രിൻ ഖലീൽ. ഈ രണ്ട് തോട്ടമുണ്ടായിരുന്നു.
ആ തോട്ടം കൊണ്ടാണ് അവർ അങ്ങനെ നിന്നിരുന്നത്. നമ്മളും ഒക്കെ ഈ ഇതിനൊക്കെയാണല്ലോ ആശ്രയിക്കുന്നത്. നമ്മളൊക്കെ ജീവിക്കുന്നതും ഈ കൃഷിയും കാര്യവും ഒക്കെ ഓരോ സ്ഥലങ്ങളിൽ ഓരോ പ്രദേശത്തൊക്കെ നടക്കുന്നത് കൊണ്ടാണ്. അവിടെ അങ്ങനെ പദ്ധതിയും കാര്യവും അണക്കെട്ടും വെള്ളവും അത് കൃത്യമായിട്ട് ജലസേചനവും ഒക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മളിങ്ങനെ ആഹാരമൊക്കെ കഴിച്ച് മുന്നോട്ട് പോകുന്നത്. എന്നാൽ ആ അണക്കെട്ട് തകർന്നു പോയപ്പോൾ ആ അണക്കെട്ടിനെ പിന്നീട് എന്തായി? കൈപ്പുള്ള പാഴ്ചെടികളായിട്ട്, കാറ്റാടികളും കൈപ്പുള്ള പാഴ്ചെടികളും അല്പം ചില വാഗമരങ്ങളും ഒക്കെ ആയിട്ട് മാറും. തിന്നാൻ ഒന്നുമില്ല, കയ്പ്. കഴിച്ചുകൊണ്ടിരുന്നതെല്ലാം പിന്നെ കയ്പായിട്ട് മാറ്റി. കഴിക്കാൻ പറ്റുമോ പിന്നെ അവർ? അങ്ങനെയൊക്കെ ആയി മാറി. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ദാലിക ജസൈനാഹും ബിമാ കഫറു, അവർ നന്ദികേട് കാണിച്ചതിന്റെ ഫലമായിട്ട് നാം അവർക്ക് പ്രതിഫലം നൽകുന്നതാണ്. നന്ദികേട് കാണിച്ചത്. അപ്പൊ സഹോദരങ്ങളെ, ഈ ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇതിങ്ങനെ ആവർത്തിച്ച് നമ്മൾക്കിടയിൽ ഇങ്ങനെ കറങ്ങി നടക്കുമ്പോൾ നമ്മൾ ഒരു ചിന്ത നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം, മനസ്സിലാക്കണം. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു അവര് പറയുന്നതിന്റെ പിന്നാലെ അല്ല നമ്മൾ കൂടേണ്ടത്. വിശ്വാസികൾ പോവേണ്ടത്. വിശ്വാസികൾ മനസ്സിലാക്കണം, പഠിക്കണം, അറിയണം. ഇതുപോലുള്ള സംഭവങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് അള്ളാഹു ചോദിക്കുകയാണ്, വഹൽ നുജാസി ഇല്ലൽ കഫൂർ, കടുത്ത നന്ദികേട് കാണിക്കുന്നവന്റെ നേരെയല്ലാതെ നാം ശിക്ഷാ നടപടിയെടുക്കുമോ? കടുത്ത നന്ദികേട് കാണിക്കുന്നതിന്റെ നേരെയല്ലാതെ നാം ശിക്ഷാ നടപടി സ്വീകരിക്കുമോ? അള്ളാഹു ചോദിക്കുക. അപ്പോൾ അള്ളാഹുവിന്റെ ശിക്ഷയും പരീക്ഷണവും ഒക്കെ വന്നേക്കാം. ജീവിച്ചിരിക്കുന്നവർക്കാണ് അത് പാഠമാവേണ്ടത്, മരിച്ചവർക്കല്ലല്ലോ. മരിച്ചവർക്ക് ഇനി രക്ഷയില്ലല്ലോ, അവരുടെ കഴിഞ്ഞു, ആഖിറത്തിലേക്ക് പോയി അവർ. ഇനി ആഖിറവും അവരും. പക്ഷെ നമ്മളിവിടെ ജീവിക്കുന്നവരാണ്, നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഇത്തരത്തിലുള്ള ദുരിതങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണർന്നു വരേണ്ട ചിന്തകൾ ഇത്തരത്തിലുള്ളതായിരിക്കണം. നമ്മുടെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും പ്രവർത്തനത്തിന്റെ ഫലമാണോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ച നാടുകളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. നശിപ്പിച്ച നാടുകളെ കുറിച്ച്, അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങിയ, അദാബ് ഇറങ്ങിയ ചില നാടുകളെ കുറിച്ച് ഖുർആനിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്നിട്ട് അള്ളാഹു പറഞ്ഞത് എന്താണ് അവരെ കുറിച്ച്? വലൗ അന്ന അഹ്ലൽ ഖുറ ആമനു വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാതി മിനസ് സമാഇ വൽ അർദ് വലാകിൻ കസബൂ ഫഅഖദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ. വലൗ അന്ന അഹ്ലൽ ഖുറ ആമനു വത്തഖൗ, ആ നാട്ടിലെ ആളുകൾ അവർ ശരിയായി വിശ്വസിക്കുകയും അതേപോലെ വത്തഖൗ, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ലഫതഹ്നാ അലൈഹിം ബറകാതി മിനസ് സമാഇ വൽ അർദ്, ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും നാം ബർക്കത്ത് ചൊരിഞ്ഞേനെ. അവർ ചൊരിഞ്ഞു കൊടുത്തേനെ. ബർക്കത്ത്, റഹ്മത്ത്, അള്ളാഹുവിന്റെ അനുഗ്രഹവും കാരുണ്യവും ഒക്കെ അള്ളാഹു അവരിലേക്ക് വർഷിപ്പിക്കുമായിരുന്നു. അള്ളാഹ് പറയുകയാണ്, ലഫതഹ്നാ, നാം തുറന്നു കൊടുക്കുമായിരുന്നു. ഇന്നെന്താണ് സ്ഥിതി? നമ്മുടെ നാട്ടിലെ സ്ഥിതി, വല്ലതും കഴിക്കാൻ പറ്റുന്നുണ്ടോ? മര്യാദയ്ക്ക് കഴിക്കാൻ പറ്റുന്നുണ്ടോ? 2 ദിവസം ഇറച്ചി കൂട്ടിയാൽ 3-ാമത്തെ ദിവസം വരികയാണ് പക്ഷിപ്പനി. ഇന്ന പഞ്ചായത്തിൽ കോഴി വിൽപ്പന പാടില്ല. ചില മാസങ്ങളോളം ചില സ്ഥലങ്ങളിലൊക്കെ കോഴി പനി, പക്ഷിപ്പനി എന്ന് പറഞ്ഞിട്ട് താറാവിനെയും കോഴിനെയൊക്കെ കൊല്ലലും കത്തിച്ചു കളയലും ഒക്കെ ആയിട്ട് മാറും. എന്ത് തകർന്നു പോവുകയല്ലേ ബിസിനസ്സും തകർന്നു പോവുകയാണ്. നമുക്ക് നേരെ ചൊവ്വ കഴിക്കാനും പറ്റുന്നുണ്ടോ? കടലിലേക്ക് നോക്കൂ, കടലിൽ എന്താണ് സ്ഥിതി? മത്സ്യങ്ങൾ പഴയതുപോലെ മത്സ്യ സുലഭമുണ്ടോ? ലഭിക്കുന്നുണ്ടോ? എന്താണ്? കാലിയാണ്, ഇല്ല. കടലിൽ മത്സ്യമില്ല.
എല്ലാം 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 കുറഞ്ഞു 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 വരുന്നു. അതല്ലേ അവസ്ഥ? എന്താ കാരണം? വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാത്തി മിനസ് സമാഇ വൽ അർദ്. ആ നാട്ടിലുള്ളവർ, ഈ നാട്ടിലുള്ളവർ, ഖുർആന്റെ ഭാഷയിൽ നമുക്ക് പറയാമല്ലോ, ഖുർആൻ എന്നേക്കുമുള്ള ഗ്രന്ഥമല്ലേ, ഇനിയുമല്ല അടുത്ത തലമുറക്കും മാർഗദർശനം നൽകുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ആ ഖുർആനിലാണ് അള്ളാഹു പറയുന്നത്. അള്ളാഹു നമ്മളോട് സംസാരിക്കുകയല്ലേ, നിങ്ങൾ നന്നായിട്ട് ജീവിച്ചാൽ ഞാൻ റെഡി, ഞാൻ തരാം, നിങ്ങൾക്ക് തുറന്നു തരാം, അനുഗ്രഹത്തിന്റെ കവാടങ്ങൾ ഞാൻ നിങ്ങൾക്ക് തുറന്നു തരാം എന്ന് അള്ളാഹു പറയുക. പക്ഷേ എന്താ നിങ്ങൾ ചെയ്തത്? ഈ അനുഗ്രഹങ്ങളൊക്കെ വലാകിൻ കസ്സബു, നിഷേധിച്ച് തള്ളുകയല്ലേ, നിഷേധിച്ച് തള്ളുന്നു. എല്ലാം എല്ലാം നമ്മളൊക്കെ ഒന്നു നേരെ ആവേണ്ട അവസ്ഥയാണ്. നമ്മളുടെ ജീവിതം നന്നാക്കേണ്ട സമയമാണിത്. നമ്മളൊക്കെ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്. ആ നിസ്കാരം പൂർണ്ണമായ അർത്ഥത്തിലാണോ നമ്മൾ നമസ്കരിക്കുന്നത്? ആണോ? സമയത്ത് അത് നിർവഹിക്കാൻ സാധിക്കുന്നുണ്ടോ? നമസ്കാരം നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നുണ്ടോ? ജമാഅത്തിൽ പങ്കെടുത്തുകൊണ്ട് അതിന്റെ പുണ്യങ്ങൾ നേടാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കൾ നമ്മളോടൊപ്പം നമസ്കരിക്കുന്നുണ്ടോ? നമ്മുടെ ഭാര്യ നമുക്ക് ഭക്ഷണവും എല്ലാം നമുക്ക് വേണ്ടി വെച്ചു തരുന്നു, തുണികൾ അലക്കി തരുന്നു ഭാര്യ. പക്ഷേ അവരുടെ അവസ്ഥ എന്താണ്? ദുനിയാവിലെ കാര്യങ്ങൾ മാത്രമാണോ അവർ ചെയ്യുന്നത്? അവരുടെ പരലോകത്തിന് വേണ്ടി അവരെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇതൊക്കെ ആലോചിക്കണ്ടേ? മക്കളെ നല്ല നേർവഴിയിൽ നമ്മൾ നടത്തുന്നുണ്ടോ? സമാധാനം അകലെയായി മാറുന്നു. സമാധാനം അകലെയായി മാറുകയാണ്. സമാധാനമില്ല, ശാന്തിയില്ല. അതാണ് അല്ലാഹു പറയുന്നത്, വലാകിൻ കസ്സബു. പക്ഷേ അവർ വ്യാജമാക്കി, കളവാക്കി, വ്യാജമാക്കി തള്ളിക്കളഞ്ഞു. ഫഅഖദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ. അവർ ചെയ്തു വെച്ചതിന്റെ ഫലമായിട്ട് നാം അവരെ പിടികൂടി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ ഓതി വെച്ച തുടക്കത്തിലെ ആയത്തിൽ അല്ലാഹു ചോദിക്കുന്ന ഒരു ചോദ്യം, അവലാ യറൗന അന്നഹും, അവർ കാണുന്നില്ലേ? ഇതൊക്കെ നമ്മളോട് ചോദിക്കുന്നതാണ് കേട്ടോ. അള്ളാഹു നമ്മളോട് ചോദിക്കുന്ന, അവലാ യറൗന, അവർ കാണുന്നില്ലേ? നമ്മൾ നോക്കുന്നില്ലേ, കാണുന്നില്ലേ? അന്നഹും യുഫ്തനൂന, അവർ പരീക്ഷിക്കപ്പെടുന്നത്, ഇങ്ങനെ പരീക്ഷിക്കപ്പെടുന്നത് അവർ കാണുന്നില്ലേ? ഫീ കുല്ലി ആമിൻ മറത്തൻ, എല്ലാ കൊല്ലവും, ഔ മറത്തൈനി, ഒന്നോ രണ്ടോ പ്രാവശ്യം ഓരോ കൊല്ലവും പരീക്ഷിക്കപ്പെടുന്നത് അവർ കാണുന്നില്ലേ? അല്ലാഹു ചോദിക്കുകയാണ്. എത്ര പ്രാവശ്യമാണ് ചുഴലിക്കാറ്റ് കടന്നു വരുന്നത്? അങ്ങനെ ഇരിക്കുമ്പോൾ ചുഴലിക്കാറ്റ് രൂപം കൊള്ളുകയാണ്. അതിനെ തുടർന്ന് വലിയ മുന്നറിയിപ്പും, കടലിൽ പോകാൻ പാടില്ല, അങ്ങനെ പോകാൻ പാടില്ല, മുന്നറിയിപ്പുകൾ വരികയാണ്. അല്ലാഹു പറയുകയാണ്, ഇങ്ങനെ ഓരോ കൊല്ലത്തിലും ഫീ കുല്ലി ആമിൻ മറത്തൻ ഔ മറത്തൈനി, എല്ലാ കൊല്ലവും ഒന്നോ രണ്ടോ പ്രാവശ്യം അവർ പരീക്ഷിക്കപ്പെടുന്നത് അവർ കാണുന്നില്ലേ? സുമ്മ ലാ യതൂബൂന വലാ ഹും യസ്സക്കറൂൻ, എന്നാൽ അവർ ഖേദിച്ചു മടങ്ങുന്നില്ല. വലാ ഹും യസ്സക്കറൂൻ, അവർ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുമില്ല. നമ്മുടെയൊക്കെ ഈ മനോഭാവം അത്തരത്തിലാണ്. നമുക്ക് എന്തും നേരിടാനുള്ള ഒരു വല്ലാത്ത ഒരു ആത്മവിശ്വാസത്തിലാണ് നമ്മളിപ്പോഴും. പക്ഷേ ഈ ദുരിതങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് വല്ലതും ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എന്തെങ്കിലും ആ ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നുണ്ടോ? അല്ലാഹു നിശ്ചയിച്ച അവന്റെ നിശ്ചയത്തിൽ നിന്ന് നമുക്ക് ഓടി മാറാൻ സാധിക്കുന്നുണ്ടോ? എന്താണ് കാരണം? അവർ പശ്ചാത്തപിച്ചു മടങ്ങാൻ തയ്യാറായി. അപ്പോൾ ഈ സമയത്ത് നമ്മളൊക്കെ ചെയ്യേണ്ട, ഈ വാർത്ത വായിച്ച് തള്ളിവിടേണ്ടവരല്ല നമ്മൾ.
നമ്മൾ ഇതൊക്കെ ഈ വിരൽ ചൂണ്ടുന്നത് നമ്മളോടായിരിക്കണം. നമ്മൾ നമ്മളോട് വിരൽ ചൂണ്ടുക. നിനക്കാണ്, എന്നെയാണ് ഈ പറയുന്നത്, എന്നോടാണ് ഇത് പറയുന്നത് എന്ന ചിന്ത നമുക്കുണ്ടാവണം. റബ്ബ് എന്നോടാണ് സംസാരിക്കുന്നത് എന്ന ചിന്ത നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം. എങ്കിൽ മാത്രമേ സഹോദരങ്ങളെ ഈ പ്രയാസത്തിൽ നിന്നും പരീക്ഷണത്തിൽ നിന്നെല്ലാം നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ഇതല്ലാതെ വേറെ മാർഗമില്ല. അല്ലെങ്കിലോ, നിങ്ങൾ മാറിയില്ലെങ്കിൽ നമ്മളെ അള്ളാഹു മാറ്റും. നമ്മളെ അങ്ങോട്ട് തുടച്ചു മാറ്റും. അല്ലെ, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവും. നമുക്കൊക്കെ ഒരു ചിന്ത ഉണ്ടാവും, നമ്മളിപ്പോ മലയുടെ അടിവാരത്തിലൊന്നും അല്ലല്ലോ താമസിക്കുന്നത്. സഹോദരങ്ങളെ, മലയുടെ അടിവാരം തന്നെ വേണമെന്നില്ല. ഭൂമി പിളർന്നില്ലേ? ഒരു എത്രയോ സമൂഹങ്ങളെ പലതരത്തിൽ അള്ളാഹു പിടിച്ചിട്ടുണ്ട്. ഭൂമി പിളർത്തി അതിലേക്ക് ആളുകളെ താഴ്ത്തിക്കൊണ്ടുപോകും. ഒരു കൊടുങ്കാറ്റടിച്ച് വന്നാൽ എന്താ സ്ഥിതി? കാറ്റ്, ശക്തമായ കാറ്റ്. നിങ്ങൾ കണ്ടില്ലേ ചില സ്ഥലങ്ങളിലൊക്കെ അടിച്ചു വീശുന്ന കാറ്റ് ഈ കെട്ടിവെച്ചിരിക്കുന്നതെല്ലാം ഒരു പറന്നു പോവുകയാണ്. കടലിൽ കിടക്കുന്ന കപ്പലുകൾ വരെ കരയിലേക്ക് എടുത്തു വെക്കപ്പെടും ഈ കാറ്റടിച്ച്. അത്ഭുതപ്പെട്ടു പോകും, എത്ര ശക്തമാണ് ഓരോന്നും. അപ്പൊ ഇതിങ്ങനെ അള്ളാഹുവിന്റെ സൈന്യം, വമാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാഹു, അള്ളാഹിന്റെ സൈന്യമാണിത്. വൈറസ് അല്ലെ, വൈറസ് വന്നിട്ട് ഒരു സോപ്പ് കൊണ്ട് കഴുകിയാൽ നശിച്ചു പോകുന്ന വൈറസിനെ നമ്മൾ എത്ര ഭയം, എത്ര മാസം നമ്മൾ വീട്ടിനകത്ത് മൂക്കുമ്പൊത്തിയിരിക്കേണ്ടി വരും. വീട്ടിലിരുന്നില്ലേ നമ്മൾ? അപ്പൊ ഇതൊക്കെ ചിന്തിക്കുക. അള്ളാഹുവിന്റെ സൈന്യമാണ്. അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കുക, അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങുക, അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുക, അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുക. നമസ്കാരത്തിൽ വന്ന് കൈകെട്ടിക്കഴിഞ്ഞാൽ ആ നമസ്കാരം അള്ളാഹുവിനെ മാത്രം ആക്കി മാറ്റുക. നമ്മുടെ ഓരോ ഇബാദത്തും ഒക്കെ തെറിച്ചു ഇങ്ങനെ പരന്നു പോവുകയാണ്. ഓരോ ഇബാദത്തും പരന്നു പോവുകയാണ്. നമുക്ക് അള്ളാഹുവിനെ മുന്നിൽ നിന്നിട്ട് ആ പരിപൂർണമായ നമസ്കാരമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കില്ല. അപ്പൊ ഇതൊക്കെ നമ്മൾ തിരുത്തേണ്ട കാര്യങ്ങളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ച് നമ്മുടെ പ്രവർത്തനത്തിൽ മാറ്റം വരുത്താൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين وصلى الله على نبي المرسلين وعلى آله وصحبه أجمعين أما بعد اتقوا الله عباد الله. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാണ്. സഹോദരങ്ങളെ, കഴിഞ്ഞ ഖുതുബയിൽ അള്ളാഹുവിന്റെ പരീക്ഷണത്തെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അള്ളാഹുവിന്റെ പരീക്ഷണം, അങ്ങനെയുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ക്ഷമിക്കാൻ കഴിയണം. അങ്ങനെ ക്ഷമിക്കാൻ കഴിയുമ്പോഴാണ് നമുക്ക് വിജയിക്കാൻ സാധിക്കുക. അള്ളാഹു പലതുകൊണ്ടും നമ്മളെ പരീക്ഷിക്കും. ആ സമയത്തൊക്കെ നമുക്ക് ക്ഷമ ഉണ്ടാവും. പലപ്പോഴും നമ്മൾ അസ്വസ്ഥരാകാറുണ്ട്, നമ്മൾ നിയന്ത്രണം വിട്ടുപോകാറുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ, ദുരന്തങ്ങൾ, നമ്മൾ പ്രതീക്ഷിക്കാത്ത ദുരന്തങ്ങളൊക്കെ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഈമാനും തഖ്വയും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് നമ്മൾ മറ്റുള്ളതിലേക്കൊക്കെ പോകാറുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് ക്ഷമിക്കാൻ സാധിക്കണം. ക്ഷമ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അനിവാര്യമാണ്. എപ്പോഴും ക്ഷമയുണ്ടാവും. ക്ഷമ ഉണ്ടെങ്കിൽ മാത്രമേ അള്ളാഹു നമ്മളെ വിജയിപ്പിക്കുകയുള്ളൂ. അജബല്ലി അംറിൽ മുഅ്മിൻ, മുഅ്മിനിന്റെ കാര്യം അത്ഭുതം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിലൂടെ പഠിപ്പിക്കുകയാണ്. അജബല്ലി അംറിൽ മുഅ്മിൻ, മുഅ്മിനിന്റെ കാര്യം, വിശ്വാസിയുടെ കാര്യം അത്ഭുതം.
ഇന്ന അംറഹു കുല്ലുഹു ലഹു ഖൈർ. അവന്റെ എല്ലാ കാര്യങ്ങളും, അവന് ബാധിക്കുന്ന എല്ലാ കാര്യങ്ങളും അവന് ഖൈറാണ്. എന്തു ബാധിച്ചാലും അവന് ജീവിതത്തിൽ ഖൈറാണ്. വലൈസ ദാക ലിഅഹദിൻ ഇല്ലാ ലിൽമുഅ്മിനി. ഒരു മുഅ്മിനിനല്ലാതെ അതിന് കഴിയുകയില്ല, ഒരു വിശ്വാസിക്കല്ലാതെ അതിന് സാധിക്കുകയില്ല. ഇന്ന അസാബതുഹു സറാഅ ശകറ ഫകാന ഖൈറൻ ലഹു. ഒരു സന്തോഷമുണ്ടായാൽ, ഒരു നല്ലത് അവന്റെ ജീവിതത്തിൽ ഒരു സന്തോഷകരമായ കാര്യമുണ്ടായാൽ ശകറ, അവൻ അല്ലാഹുവിന് ശുക്ർ ചെയ്യും, നന്ദി കാണിക്കും. ഫകാന ഖൈറൻ ലഹു, അപ്പോൾ അത് അവന് ഖൈറാണ്. അതേപോലെ തന്നെ വൈൻ അസാബതുഹു ദർറ, പ്രയാസമുള്ള ഒരു കാര്യമാണ് അവന്റെ ജീവിതത്തിൽ സംഭവിച്ചത് എങ്കിൽ സബറ, അവൻ ക്ഷമിക്കും. സന്തോഷം വരുമ്പോൾ അവൻ നന്ദി കാണിക്കും, പ്രയാസങ്ങൾ വരുമ്പോൾ സബറ, അവൻ ക്ഷമിക്കും. അതും അവന് ഖൈറാണ് എന്ന്. അപ്പൊ ഇത് വിശ്വാസികളാണ് എങ്കിൽ നമുക്കിത് കഴിയണം. എത്ര ആളുകൾ ഈ ദുരന്തത്തില് ഉറ്റവരെയും ഉടവരെയും ഒക്കെ മക്കളെ, ഒരു ഗൾഫിൽ നിന്ന് ഒരാൾ വന്നിട്ട് ഒരു സഹോദരൻ കരയുകയാണ്, ആരുമില്ല ആ കൂട്ടത്തിൽ, ആരുമില്ല. അദ്ദേഹത്തിന്റെ മക്കൾ മരിച്ചു, ഭാര്യ, ഉമ്മ, വാപ്പ എല്ലാവരും മരിച്ചു, ആരുമില്ല. സഹോദരങ്ങളെ, ഇതാണ് ജീവിതം എന്ന് പറയുന്നത്. പരീക്ഷണമാണ്, അള്ളാന്റെ പരീക്ഷണമാണ്. അള്ളാഹു അത് ആ പരീക്ഷണത്തിൽ വിജയിച്ചാൽ അള്ളാഹു പകരം കൊടുക്കും, ഉറപ്പാണ്, അള്ളാഹു പകരം നൽകും. അതുകൊണ്ട് അത്തരത്തിലുള്ള നമ്മുടെ ജീവിതത്തിലേക്കൊക്കെ ഇതേപോലെ ഉള്ള പ്രയാസങ്ങൾ, നമ്മുടെ മക്കൾ പെട്ടെന്ന് അള്ളാഹുവിലേക്ക് തിരിച്ചു വിളിച്ചാൽ അവിടെ ക്ഷമിക്കാൻ സാധിക്കണം. അള്ളാഹു നമ്മുടെ മക്കൾക്ക് ആയുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്ക് അവരിൽ നിന്നും കൺകുളിർമ നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ ഇങ്ങനെ പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ക്ഷമിക്കാൻ സാധിക്കണം. അതാണ് ഈ ദുരന്തത്തിൽ വിശ്വാസികളായ നമ്മൾ ചെയ്യേണ്ടത്. അതേപോലെ തന്നെ സഹോദരങ്ങളെ, ഞാൻ ആദ്യം പറഞ്ഞ കാര്യം, അവരെ സഹായിക്കേണ്ടതുണ്ട്. നമ്മൾ ഇനിയും എന്താണോ നമുക്ക് ചെയ്യാൻ സാധിക്കുക, ശാരീരികമായും സാമ്പത്തികമായും, അങ്ങനെയൊക്കെ നമുക്ക് സഹായിക്കാൻ കഴിയണം. അള്ളാഹു അത്തരത്തിൽ സഹായിക്കുന്നവരെ അള്ളാഹു അവരെ അനുഗ്രഹിക്കുമാറാവും. നമ്മൾ ഒരുപാട് സഹോദരങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. കുറെ നൽകാവുന്നതിനും കൂടുതൽ പണം ആ നിധിയിലേക്ക്, ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയ ആളുകളുണ്ട്. അത്തരം സഹോദരന്മാർക്കെല്ലാം അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവും. അവർക്ക് ഇനിയും നൽകാനുള്ള മനസ്സും അതേപോലെ കഴിവും ആഫിയത്തും എല്ലാവിധ ബർക്കത്തും നിഅമത്തും എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാവും. ഇത്തരം പരീക്ഷണങ്ങളിൽ നിന്നെല്ലാം അള്ളാഹു നമ്മയും എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹുവിനെ കീഴ്പ്പെട്ട് ജീവിക്കുന്ന യഥാർത്ഥ മുസ്ലിങ്ങളിൽ, വിശ്വാസികളിൽ, അള്ളാഹുവിനെ കീഴൊതുങ്ങി ജീവിക്കുന്ന ആളുകളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ ഗാംഭീര്യം തിരിച്ചറിഞ്ഞ് അവനെ മുമ്പിൽ കൈകെട്ടി നമസ്കരിക്കുന്ന യഥാർത്ഥ വിശ്വാസികൾ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوة يا قاضي الحاجات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا برحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.